സംസ്ഥാനത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വിതരണം ആരംഭിച്ചു. തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ അനുകുമാരി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വിതരണം നടത്തുകയാണ് തത്സമയം. വിവരങ്ങളുമായി എസ് ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശാലിനി, വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിൽ വെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ടിംഗ് മെഷീനുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം, അതിൻ്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇപ്പോൾ കളക്ടർ മടങ്ങിയിരിക്കുകയാണ്. വിവിധ കേന്ദ്രങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ ഇവിടെ തിരുവനന്തപുരം കളക്ടറേറ്റിലെ പ്രത്യേക സ്ട്രോങ് റൂമുണ്ട്. ആ കേന്ദ്രത്തിൽ നിന്നും വണ്ടികളിലാക്കി, ബോക്സുകൾ പ്രത്യേക വണ്ടികളിലാക്കി സുരക്ഷമായിട്ട് തന്നെ ഈ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 10 ദിവസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ വിതരണം ചെയ്യേണ്ട വോട്ടിംഗ് മെഷീനുകൾ അത് ഇവിടെ നിന്ന് ഇന്ന് കളക്ടറേറ്റിൽ നിന്ന് ഓരോ ജില്ലാ കളക്ടറേറ്റുകളിൽ നിന്നും ഇന്നത് വിതരണം ചെയ്യും. ആ വിതരണം ചെയ്യുന്ന വോട്ടിംഗ് മെഷീനുകൾ മറ്റൊരു കേന്ദ്രത്തിലേക്ക്, അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓരോ കേന്ദ്രങ്ങളിലേക്കാണ് എത്തുന്നത്. അവിടെ നിന്നുമാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഔദ്യോഗികമായി ഈ ഇലക്ഷൻ ഉദ്യോഗസ്ഥർ അത് ഏറ്റെടുക്കുന്നത്. അവിടെ നിന്നാണ് പിന്നെ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് ഈ വസ്തുക്കൾ, അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള EVM മെഷീൻ അടക്കമുള്ള സാധനങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം കളക്ടറേറ്റിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് പ്രവർത്തന സജ്ജമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് ഇന്നു മുതൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ സ്ട്രോങ് റൂമുകളിൽ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് ഈ വോട്ടിംഗ് മെഷീനുകൾ, EVM മെഷീനുകൾ കൊണ്ടുപോകും. അവിടെ നിന്നും പിന്നീട് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യും. വളരെ സുരക്ഷയോടുകൂടി തന്നെയാണ് EVM കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, വിവിധ സംസ്ഥാനങ്ങളിലടക്കം EVM മെഷീനുകളിലൊക്കെ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവാദങ്ങളൊക്കെ ഉയരുന്നൊരു പശ്ചാത്തലം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ സുരക്ഷയുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ജില്ലാതല ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഓരോ ബോക്സുകളും പരിശോധിച്ച് കളക്ടറേറ്റിലെ ഈ ഒരു സ്ട്രോങ് റൂമിൽ നിന്നും കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സ്ട്രോങ് റൂമിൽ നിന്നുള്ള EVM മെഷീൻ ഇന്നിപ്പോൾ കൊണ്ടുപോകുന്നത് നെയ്യാറ്റിൻകര ERO യുടെ നേതൃത്വത്തിലാണ്. EVM നെയ്യാറ്റിൻകര ERO നൽകി ജില്ലാ കളക്ടർ അനുകുമാരി മെഷീനുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വട്ടിയൂർക്കാവ്, ഇടയപള്ളി കളക്ടറേറ്റ് വെയർഹൗസുകളിൽ നിന്നും ഇന്നും നാളെയുമായി EVM മെഷീനുകൾ വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം കളക്ടറേറ്റിൽ മാത്രമല്ല, മറ്റ് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഉള്ള ഈ സ്ട്രോങ് റൂമുകളിലെ EVM മെഷീനുകളും ഇത്തരത്തിൽ ജില്ലാ, ബ്ലോക്ക് തലത്തിലും ഒപ്പം തന്നെ വാർഡ് തലങ്ങളിലും കോർപ്പറേഷൻ തലങ്ങളിലുമൊക്കെ ഉള്ള കേന്ദ്രങ്ങളിലേക്ക് കൂടിയാണ് മാറ്റാൻ പോകുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായും തദ്ദേശം തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനം ഒരുങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു നടപടിക്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 10 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിനായുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുന്നണികൾ കൊഴിപ്പിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങൾ അവസാന ലാപ്പിലേക്ക് കടക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നടപടിക്രമങ്ങളുടെ ഭാഗമെന്നോണം സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന EVM മെഷീനുകൾ ഇപ്പോൾ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലയുടെ ചുമതലയുള്ള ജില്ലാ വരണാധികാരി കൂടിയായിട്ടുള്ള കളക്ടർ അനുകുമാരിയാണ് ഔദ്യോഗികമായി വിതരണ ഉദ്ഘാടനം നടത്തിയത്. മറ്റ് 13 ജില്ലകളിലും സമാനമായി തന്നെ നടപടികൾ പുരോഗമിക്കുകയാണ് ഈ ദിവസം.